ഇനി ഇവിടുന്ന് ഏറ്റുവാങ്ങിയിട്ട് നിംസിൽ വയ്ക്കും. നാളെ 3-നും 4-നും ഇടയ്ക്ക് എല്ലാ മഠാധിപതിമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി വലിയ ചടങ്ങാണ്. ആചാരപ്രകാരം ഒരു സാധുവിന് കിട്ടിയ അവഹേളന ഈ ജനസമൂഹം ഒന്നിച്ച് ഏറ്റുവാങ്ങി അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പ്ലാൻ ചെയ്തത്. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണം. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഗോപൻ സ്വാമിയുടെ സമാധി അതേ ഒരു മഹാസമാധിയായിരുന്നു നടന്നത്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഒരു മഹാസമാധിയായിരുന്നു നടന്നത്. അവൻ ഇവിടുത്തെ ഒരു പ്രമുഖ വട്ടന. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. ആ സമാധിയെ മനഃപൂർവ്വം ചില ആൾക്കാര്, സങ്കുചിത വിഭാഗക്കാര് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും വലിയ മഹാസമാധിയായിരുന്നു. അത് ഞാൻ പറഞ്ഞു തീരട്ടെ. ഇത് അഡ്ജസ്റ്റ്മെന്റ്. അതിനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന വിവാദമാക്കുകയാണ് ചെയ്തത്. ഇത് ചരിത്രം, ഇത് മാപ്പ് തരില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഈ ചക്കരയൊന്നും ചുമ്മാ പറയില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ? നമ്മുടെ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തില് എന്റെ അച്ഛൻ സമാധിയായി. എന്താ വിശ്വാസമാകുന്നില്ലേ? എന്റെ അച്ഛൻ സമാധിയായത് ഈ മഹാസമാധിയാണെന്ന് വേണം പറയാൻ. ഇതിന് തടസ്സം നിന്നവർക്ക് വേണ്ടി നിയമപരമായി നടപടികൾ എടുക്കണം. തീർന്നില്ല, ഇനിയുണ്ട് ധാരാളം കാണാൻ. അതിന്റെ രണ്ടാം ഭാഗം നിയമപരമായി നടപടികൾ എടുത്തേ പറ്റൂ. അതിന് പറ്റിയ 2 സ്ഥലമുണ്ട്. എവിടെ? ഊളംപാറയും കുതിരവട്ടവും. നിയമപരമായി നടപടികൾ എടുത്തേ പറ്റൂ. തീർച്ചയായിട്ടും മഹാസമാധിയാണ്. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായി? എനിക്കും പിടികിട്ടാത്ത മൊത്തം കൺഫ്യൂഷൻ ഇല്ല സാർ. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒരു കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. അതെ, നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തീർക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. കുടുംബം എന്താണോ പറഞ്ഞത് അത് ശരിയാണ്, സത്യമാണ്. അല്ല, കേട്ടോ ശരിയാണോ? കേട്ടോ ശരിയാണോ? നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും.